നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാഡു ട്രാവലിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു 4 ഫാമിലി കൂടിയിട്ട് ഒരു മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. മോർണിംഗിന് 5 മണിക്ക് എണീച്ചിട്ടാണ് പോകുന്നത്. ഫുഡെല്ലാം റെഡിയാക്കി, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഫുഡ്, രാത്രിക്കുള്ള ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. ഫസ്റ്റ് മൂന്നാർ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നൊരു വെള്ളച്ചാട്ടമാണിത്. കൊറോണ കാലമായത് കാരണം ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ഞങ്ങളുടെ ഈ ഫാമിലി മാത്രമാണ് ഈ വെള്ളച്ചാട്ടം കാണുവാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊറോണ കാലമായത് കൊണ്ടായിരിക്കാം ആളുകൾ വളരെ കുറവാണ്. ഞങ്ങൾ നേരെ പോകുന്നത് ബൈസൺ വാലിയിലെ ചിന്നക്കനാൽ എന്ന അവിടെ അടുത്തുള്ള ആയർ കൗണ്ടി എന്ന റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മോർണിംഗിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ബൈസൺ വാലിയിലെ ചിന്നക്കനാൽ എന്ന സ്ഥലത്താണ് ഈ റിസോർട്ടുള്ളത്, ആയർകൊണ്ട എന്ന റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇതിൻ്റെ റിസപ്ഷനിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണിത്. ഇത് നിങ്ങൾക്ക് വന്നാൽ തന്നെ ഇതിൻ്റെ ഫീൽ ചെയ്യുള്ളൂ. ഏകദേശം 7 റൂം ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൊറോണ കാലം അല്ലെങ്കിൽ ഇവിടെ ഒരു 1 ഡേക്ക് തന്നെ 7,500 രൂപയാണ് ഇവരുടെ ഒരു റൂമിന് അവർ ഈടാക്കുന്നത്. അങ്ങനത്തെ 7 റൂം ഞങ്ങൾ ബുക്ക് ചെയ്തു. പക്ഷേ വളരെ കുറഞ്ഞ എമൗണ്ടിന് ഒരു 2,000 മാത്രമാണ് ഇപ്പോൾ അവർ എടുക്കുന്നുള്ളൂ. ഈ കൊറോണ ആയത് കാരണം ഭയങ്കര ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വരിക, ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 11:30 മണിക്ക് ഇവിടെ എത്തി. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ തന്നെയാണ്. അതെല്ലാം ഞങ്ങൾ പാകം ചെയ്ത് വന്നിട്ടുണ്ട്. രാത്രിക്ക് ഞങ്ങൾക്ക് കോഴി എല്ലാം മസാല പുരട്ടി ചൂടാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത 2-3 ഫാമിലിയും കൂടി എത്താണ്ട്. റൂമൊക്കെ നല്ല അടിപൊളി റൂംസാണ്. ഇതിൻ്റെ ഹൈറ്റിലിരുന്നാൽ തന്നെ നമുക്ക് പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ്. നല്ല ബെഡ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു 4 സ്റ്റാർ റൂമിൻ്റെ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൻ്റെ ഒരു ഫീലുണ്ട്. ഇത് അതിൻ്റെ പുറം ഭാഗം കണ്ടില്ലേ, ഇപ്പം തന്നെ മഞ്ഞ് എല്ലാം മൂടി കിടക്കുന്നുണ്ട്. 11:30 മണിയാണ് ഇപ്പോൾ കറക്റ്റ്. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ വ്യൂ കാണുന്നുണ്ടോ, ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്.
ഞങ്ങൾ ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരായിട്ടുള്ള 3 പേരും ഫാമിലി അടക്കം ഇന്ന് നമ്മളെ മൂന്നാറിലെ ബൈസൺ വാലിയിലെ ചിന്നക്കനാൽ എന്ന സ്ഥലത്ത് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. ആയർക്കോണ്ടെ എന്ന 140 റൂംസ് ഉള്ള ഒരു വലിയ റിസോർട്ടാണ്. വളരെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു എന്താ പറയുക, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി ആസ്വദിച്ച് നമുക്ക് ഇത്രയും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇന്ന് മൂന്നാറിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു ഹോട്ടൽ ശൃംഖലയാണ്. ഏകദേശം 400 ഏക്കർ സ്ഥലം ഈ ഒരു റിസോർട്ടിൻ്റെ മൊത്തം ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പ്രകൃതിയുടെ രാവിലെ മോർണിംഗ് ആണ്. ഈ മോർണിംഗിൻ്റെ ഒരു ഭംഗിയാണ് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മഞ്ഞ് വന്ന് മൂടും. ആ അരമണിക്കൂറിൻ്റെ ഒരു തെളിച്ചം കിട്ടിയപ്പോൾ നമ്മൾ അത്രയും പെട്ടെന്ന് ഒരു വീഡിയോ തയ്യാറാക്കിയതാണ്. ഇത് നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വളരെ വളരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്നതാണ്. ഈ കൊറോണ കാലത്ത് നമുക്ക് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് നടത്താൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ വെച്ചിട്ട് ഇത്രയും ഒരു 2 മണിക്കൂറായി ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രകൃതി ഒന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടി, കാരണം മഞ്ഞ് വന്ന് മൂടുന്നൊരു ഇതുണ്ട്. അതിൻ്റെ കുറേ വിഷ്വൽ ഞാൻ ഇതിൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാറിൻ്റെ ഏറ്റവും ഹെഡ് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വളരെ എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്യാൻ, കുട്ടികൾക്കെല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു റിസോർട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അല്പം ഒന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് പൂളിലിറങ്ങി, പൂളിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇതിൻ്റെ ഏകദേശം ഈ റിസോർട്ടിൻ്റെ 400 ഏക്കറിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓറഞ്ച്, മറ്റ് പല പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏലത്തോട്ടുണ്ട്, മനോഹരമായ ഏലത്തോട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കണ്ടു കാണാം. ഓക്കെ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം മഞ്ഞ് വന്ന് മൂടിയ അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കൊന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ ഇടവിട്ട് ഇവിടെ മഞ്ഞ് വന്ന് മൂടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിവിധ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ. എന്തായാലും നല്ലൊരു വിഷ്വലാണ്. അത് കാണാം. വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും കാണാം.
നെക്സ്റ്റ് ഡേ മോർണിംഗിന് ഞങ്ങൾക്ക് ഈ റിസോർട്ടിൽ നിന്ന് നല്ല അടിപൊളി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയതാണ്. വലിയ ഒരു റെസ്റ്റോറൻറ്റും ചെറുതും ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ 7 റൂമല്ലേ ഉള്ളൂ. 140 റൂംസ് ഉണ്ടായിട്ടും ഞങ്ങൾ 7 പേരാണെന്ന്. 7 റൂംസാണ് ഇവിടെ ആളുള്ളൂ. അപ്പോൾ അത് കാരണം അവർ സ്മോൾ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. ഏകദേശം 6 ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കുട്ടികൾക്ക് മിൽക്ക്, അതേമാതിരി ഹോർലിക്സ്, അങ്ങനെയുള്ള എല്ലാ ഫുഡുകളും റെഡിയാണ്. അപ്പോൾ ഇത് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കേണ്ട സൗകര്യമുണ്ട്. ഈ കൊറോണ ആയത് കാരണം ജനത്തിരക്കൊന്നുമില്ല. വളരെ എൻജോയ് ചെയ്യാൻ, എൻ്റർടൈൻമെൻറ്റാണ്. ഇരുന്ന് കഴിക്കാനും ഒരു വിശാലമായിട്ട് ഇവിടെ ഇരുന്നാൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. നല്ല മനോഹരമായ റെസ്റ്റോറൻ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഈ റിസോർട്ടിൽ തന്നെ 400 ഏക്കർ ഏലത്തോട്ടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളെ റിസോർട്ടിൽ നിന്ന് ഞങ്ങളത് കാണിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു ജീപ്പ് ഞങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അവരാണ് ഇതിൽ പെർമിഷൻ കിട്ടണമെങ്കിൽ അവർ വരണം. അപ്പോൾ അവർ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ റിസോർട്ടിൻ്റെ തന്നെ ഒരു 100 മീറ്റർ ഇപ്പുറത്താണ്. പക്ഷെ ഞങ്ങൾ വണ്ടി എടുത്ത് പോന്നു. ഒന്നുകൂടി കുറച്ച് സ്ഥലം കൂടി കറങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി എടുത്ത് പോരുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വിശകലനം ഇതിൻ്റെ GM നമുക്ക് പറഞ്ഞു തരുന്നതാണ്, ഈ ഏലത്തെക്കുറിച്ചിട്ടും മറ്റും.
അപ്പോൾ മുരളിച്ചേട്ടൻ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരുന്നത്, ഇത് 3 സൈസ് ഉണ്ട്, 3 ക്വാളിറ്റിയിലാണ് ഇത് വിളവെടുപ്പ് നടത്തുന്നത്. ഒന്നാമത്തത് 0.8, രണ്ടാമത്തത് 0.7, മൂന്നാമത്തത് 0.6. ഈ ആദ്യം പറഞ്ഞ 2 ക്വാളിറ്റിയും ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി പോവാണ്. അതിന് ഹൈ റേറ്റാണ്. നമ്മളവിടെയൊക്കെ വിപണിയിൽ വരുന്നത് 0.6 ആണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം അത് വില കുറച്ച് കുറവാണ്. ഇതിൻ്റെ ഗ്രേഡ് തിരിക്കുന്നതൊക്കെ ഇതിൻ്റെ സ്വന്തം ഫാക്ടറി ഉണ്ട്. അവിടെ തന്നെ ഇതിൻ്റെ വേറെ കുറേ നിർമ്മിക്കുന്നുണ്ട്. പുട്ടുപൊടി, ഗരം മസാല, നല്ല ഇനം തേന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം മായം ചേർക്കാത്തതാണ് എന്നവർ പറയുന്നതല്ല. ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അവിടുന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പാലാട്ട് എന്നാണ് ഇവരെ ബ്രാൻഡ് നെയിം. കുറേ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഒരു മനോഹരമായൊരു ഏലത്തോട്ടം തന്നെയാണിത്. നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിനെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൻ്റെ ഏകദേശം ഒരു വിവരണമാണ്. ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ പോയാൽ ആന ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളത് കാരണം ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് ഇനിയൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. ശരിക്കും അവിടുന്ന് മോർണിങ്ങിനാണെങ്കിൽ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. വളരെ അടുത്താണ്. ഇതിപ്പോൾ ഞങ്ങൾ അവിടുന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ തന്നെ ഞങ്ങളിത് കാണാൻ വേണ്ടി അങ്ങനെ പോരുകയാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ലൊരു വെള്ളച്ചാട്ടമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. വണ്ടികളെല്ലാം നിർത്തി നമുക്കൊരു സൈഡിൽ നിന്ന് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ടാറ്റയുടെ തേയില എസ്റ്റേറ്റാണ്. ഈ ലോങ്ങിൽ തന്നെ അത് കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ സാധാരണ ഇവിടെയൊക്കെ അവർ പറയും ഒരു 50-60 വണ്ടി സാധാരണ ഇവിടെ പാർക്കിംഗ് തന്നെ കിട്ടാറില്ല. ഭയങ്കരമായിട്ട് ജനങ്ങൾ വരാറുണ്ട് ഇവിടെ. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഈ ഒരു 4 വണ്ടി അല്ലാതെ വേറൊരു ആളും ഇത് കാണാനില്ല. ഇതന്നെ ഈ കോവിഡ് നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒറ്റ വണ്ടി പോലും ഇല്ല. ഞങ്ങൾ ഈ 4 വണ്ടി അല്ലാതെ വേറെ ഒരു ആളും ടൂറിസ്റ്റുകളായിട്ട് ഈ വെള്ളച്ചാട്ടം കാണുവാൻ ആരും വന്നിട്ടില്ല. പറയുമ്പോൾ മധുര ഹൈവേയുടെ സൈഡിനാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ. വൈകുന്നേരം ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല, അത്രയും മഞ്ഞ് മൂടും. അപ്പോൾ ഞങ്ങൾ മോർണിംഗിൽ വന്ന ഇത് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും വെയിലുള്ള ടൈമിന്. അപ്പോൾ അത് കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. കുട്ടികൾക്കൊക്കെ വളരെ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അതിൻ്റെ വ്യൂ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ഏരിയയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്.